രാജസ്ഥാനിലെ ഏറ്റവും പഴക്കവും സൗന്ദര്യവും നിറഞ്ഞ മ്യൂസിയങ്ങളിലൊന്നാണ് ജയ്പൂരിലെ ആൽബർട്ട് ഹാൾ മ്യൂസിയം. 1857 നിർമ്മിച്ച ഈ മ്യൂസിയം ഇൻഡോ സയൻറ്റിഫിക് ആർക്കിടെക്ചറിൻ്റെ മനോഹര ഉദാഹരണമാണ്. ജയ്പൂരിലെ റാംനിയാസ് ഗാർഡൻ്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടം രാത്രിയിൽ ലൈറ്റിൽ ഒരു കൊട്ടാരത്തെപ്പോലെ തിളങ്ങുന്നു. ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരാണ ശില്പങ്ങൾ, ചിത്രങ്ങൾ, കലാപാത്രങ്ങൾ, ആയുധങ്ങൾ, സംഗീതോപകരണങ്ങൾ തുടങ്ങി 18-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള പഴക്കം ചെന്ന നിരവധി കലാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് മമ്മി ഗാലറി എന്നതാണ്. ഈജിപ്തിൽ നിന്നുള്ള ഒരു യഥാർത്ഥ മമ്മി ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. മ്യൂസിയത്തിൻ്റെ ഓരോ ഹാളിലേക്കും ജയ്പൂരിൻ്റെ സമ്പന്നമായ രാജകീയ ജീവിതം, സംസ്കാരം, കല, പാരമ്പര്യ വസ്തുക്കൾ എന്നിവ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പുറത്ത് ചുറ്റി നിൽക്കുന്ന പുള്ളിപ്പുലികൾ, മയിൽ, മാൻ എന്നിവയുടെ പ്രതിമകളും ഫൗണ്ടനുകളും ഫോട്ടോ എടുക്കുവാൻ മികച്ച സ്ഥലങ്ങളാണ്. ജയ്പൂരിലെ സന്ദർശകർ നിർബന്ധമായും കാണേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ സ്പോട്ടാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം. പകൽ സന്ദർശിക്കാൻ മനോഹരമാണെങ്കിലും ഇവിടെ രാത്രി ലൈറ്റ് ഷോ കാണുമ്പോഴാണ് ഈ കെട്ടിടത്തിൻ്റെ യഥാർത്ഥ ഭംഗി അനുഭവിക്കുവാൻ കഴിയുക. 35 രൂപ മാത്രം പ്രവേശന ഫീസുള്ള ഈ ഒരു മ്യൂസിയം അർത്ഥവത്തായ നിരവധി പുരാണ സംഭവങ്ങളുടെയും പുരാണമായ നാണയങ്ങളുടെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും അതുപോലെ ജയ്പൂർ രാജവംശത്തിൻ്റെയും മധ്യകാല വംശത്തിൻ്റെയും നിരവധി അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മൺപാത്രങ്ങളും പേർഷ്യൻ ആർക്കിടെക്ചറിലുള്ള കളിമൺ പാത്രങ്ങളുടെയും നിരവധി ശില്പങ്ങൾ നമുക്കിവിടെ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പേർഷ്യയിൽ നിന്നുള്ള നിരവധി ക്ലേ മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അതുപോലെ തോക്കുകൾ, പടക്കോപ്പുകൾ എന്നിവയുടെ വിപുലമായ ഒരു ശേഖരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധഭൂമിയിൽ യൂസ് ചെയ്തിരുന്ന ഷീൽഡുകൾ നമ്മൾ പൊതുവെ കാണാത്തതാണ്. വളരെ വലിയ ഷീൽഡുകൾ ഇവിടെ നിരവധി എണ്ണം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നതിലും വളരെയധികം വലിപ്പമുള്ള ഈ ഷീൽഡുകൾ യുദ്ധഭൂമിയിൽ ആനകളുടെയും മറ്റും പുറത്ത് പടയാളികൾ യൂസ് ചെയ്തതാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിരവധി തരത്തിലുള്ള വാളുകൾ, പരിചകൾ, അതുപോലെ സ്പെഷ്യൽ ടൈപ്പായിട്ടുള്ള ആയുധങ്ങൾ, അതുപോലെ കത്തികൾ എന്നിവ തുടങ്ങിയവ നമുക്കിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ നിരവധി പുരാണ വസ്തുക്കൾ കാണുവാൻ സാധിക്കുന്ന ഈ ഒരു ആർട്സ് ഗാലറി എന്നും അമൂല്യമായ ഒരു ശേഖരണം തന്നെയാണ്. പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾ വളരെയധികം വിസിറ്റ് ചെയ്യുന്ന ഈ ഒരു ഗാലറി അവരുടെ പുരാണ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പഠനത്തിന് വളരെയധികം പ്രയോജനമാണ്.